PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ തുടർന്ന് സിപിഎമ്മും സിപിഐയും തമ്മിൽ കനത്ത തർക്കം തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സിപിഎം. ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ആലപ്പുഴയിൽ നിർണായക സിപിഐ എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. ഇന്നത്തെ സിപിഐ എക്സിക്യൂട്ടീവിന് മുൻപ് പ്രശ്നം തീർക്കാനായിരുന്നു ശ്രമം. പുന്നപ്ര വയലാർ സമരവാർഷിക വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒന്നിച്ചെത്തുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. വി അരുണുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കടുത്ത നടപടികളിലേക്ക്, ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കാനുള്ള നീക്കത്തിലേക്ക് പോലും സിപിഐ കടന്നേക്കുമെന്നുള്ള ചില സൂചനകൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏത് വിധേനയും സിപിഐ അനുനയിപ്പിക്കുക, ഒപ്പം നിർത്തുക, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ലേ സിപിഎമ്മിന്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ചേരാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാന അജണ്ടയാകാൻ പോകുന്നത് ഈ സിപിഐയെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് ആയിരിക്കില്ലേ? ആര്യ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ 79ാമത് വാർഷികം. ആ ദിവസത്തിലാണ് വലിയൊരു പ്രതിസന്ധി. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന മുന്നണി, ഇടതുമുന്നണി, സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് 45 വർഷമാകുള്ള ചരിത്രമുള്ള ഒരു മുന്നണിയാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ മുന്നണി ഇത്രയും വർഷം നേരിടാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ടുള്ള യാത്രയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ സിപിഎമ്മും സിപിഐയുമായി വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് തീർത്തും നയപരമായ ഒരു വിഷയമാണെന്നത് കൂടിയാണ് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ, PMC പദ്ധതിയുടെ ഭാഗമായാൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ അതേപടി നടപ്പാക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാകുമെന്ന വിമർശനം ആദ്യഘട്ടത്തിൽ മുതലുണ്ടായിരുന്നു. സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ സിപിഐയുടെ ദേശീയ നേതൃത്വവും എടുത്ത നിലപാട് സംസ്ഥാന നേതൃത്വവും അതേ തീവ്രതയോടുകൂടി സംസ്ഥാനത്തും പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും PMC മറികടക്കാൻ നിയമവഴിയെങ്കിൽ നിയമവഴി എന്ന തീരുമാനമായിരുന്നു സംസ്ഥാന മന്ത്രിസഭാ യോഗം അടക്കമെടുത്തത്. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു PMC പദ്ധതിയിൽ ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തെ ഇരുട്ടു നിർത്തിക്കൊണ്ട് മുന്നണിയിലെ ഘടകകക്ഷികളെ, പാർട്ടികളെ ഇരുട്ടു നിർത്തിക്കൊണ്ട്, എന്തിനേറെ പറയുന്നു, സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഇത് അറിഞ്ഞത്, മന്ത്രിമാർ ഉൾപ്പെടെ നേതാക്കൾ പോലും അറിഞ്ഞത് ഈ വാർത്താ മാധ്യമങ്ങൾ വന്നതിനു ശേഷമായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന നീക്കം സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതാണിപ്പോൾ മുന്നണിയിൽ ആ ഒരു പ്രതിസന്ധിയായി രൂപപ്പെട്ടിട്ടുള്ളത്. അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വം. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ സിപിഎമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിലാണ് പരിപാടി. 3 പരിപാടി അദ്ദേഹം അവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. ആദ്യ പരിപാടി 11 മണിക്കാണ്. പക്ഷേ അതിനിടയിലും സംസ്ഥാന സെക്രട്ടറി ചേരാൻ സിപിഎം തീരുമാനമെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അവിടെ ചേരുന്നു. ആ എക്സിക്യൂട്ടീവ് ചേരുന്നത് സർക്കാരിൽ നിന്ന്, സിപിഎമ്മിൽ നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ മുന്നണിയുടെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന നിലപാടിന്റെ തീവ്രമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. അതിനു മുമ്പ് സിപിഐയുടെ നേതാക്കൾക്ക്, സിപിഐയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകർക്ക് ഒക്കെ വിശ്വസിക്കാൻ കഴിയുന്ന, അവർക്ക് ദഹിക്കാൻ കഴിയുന്ന ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് സിപിഐ പ്രതീക്ഷിക്കുന്നു. അതില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ അവർ നിർബന്ധിതമാകും. ഒരുപക്ഷെ ബിനോയ് വിശ്വം ഉൾപ്പെടെ നേതാക്കൾക്ക് ഇത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന താല്പര്യം കുറവായിരിക്കാം. പക്ഷേ അങ്ങനെ 1-2 നേതാക്കളുടെ മാത്രം താല്പര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സിപിഐ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ ഒരു നടപടി അവർ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി അവർ വിശ്വാസം അർപ്പിക്കുന്നു. അതില്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സിപിഎമ്മുമായുള്ള ബന്ധം, അതും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ആഴ്ചകൾക്കപ്പുറം, ദിവസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകും. അത് മറികടക്കാനുള്ള ശ്രമമാകും ഇന്ന് സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത് സംസ്ഥാന സെക്രട്ടറി ചേരാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം ഈ ബിനോയ് വിശ്വം അടക്കം നേതാക്കളെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രി കണ്ടേക്കും. ഇതിനകം തന്നെ ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് സമയം വേണം, അതായത് സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്, അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് അതുവരെ സിപിഐ കാത്തിരിക്കുമോ എന്നാണ് അറിയേണ്ടത്. സിപിഐയുടെ നേതാക്കളെല്ലാം ആലപ്പുഴയുണ്ട്. മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഉച്ചയോടുകൂടി ആലപ്പുഴ എത്താനാണ് സാധ്യത. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കെ സിപിഎമ്മിന്റെ അതിനിർണായക യോഗം രാവിലെ 10 മണിയോടുകൂടി AKG സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അവിടെ
CPI അനുനയിപ്പിക്കാനുള്ള, CPI വിശ്വാസത്തിലെടുക്കാനുള്ള നടപടികൾ. കാരണം CPI അക്ഷരാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു എന്നൊരു പ്രതീതിയുണ്ട്. CPIയുടെ 4 മന്ത്രിമാർ മന്ത്രിസഭയിൽ ഉള്ളതാണ്. ആ 4 മന്ത്രിമാരുടെ പ്രധാനമായും കെ രാജനാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഇതിൽ ആശങ്ക അറിയിച്ചത്. മാധ്യമങ്ങളിലൂടെ PMC പദ്ധതിയിൽ സർക്കാർ ഒപ്പിടാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്താണ് അതിന്റെ വസ്തുത? ഇത് ആശങ്കയുണ്ടാക്കുന്നു എന്ന കെ രാജന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ മറുപടി പറഞ്ഞില്ല. അത് തൊട്ടു പിന്നാലെ 2 ദിവസം കഴിയുമ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ട് PMC എന്ന ഇടതുപക്ഷം എക്കാലവും എതിർത്ത 2021 മുതൽ എതിർക്കുന്ന ആ കരാറിൽ ഒപ്പിട്ടു എന്ന വാർത്തയാണ് CPIയുടെ മന്ത്രിമാർ അടക്കം അറിയുന്നത്. അതോടുകൂടി തന്നെയാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതെന്ത് സർക്കാരാണ്? ഇതാണോ ഇടതു സർക്കാർ എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അതായത് മുന്നണിയെ നയിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതെന്ത് സർക്കാരാണ് എന്നൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പറ്റി ചോദിക്കുമ്പോൾ അത് സമാനതകളില്ലാത്ത മുന്നണി ബന്ധം വഷളായതിന്റെ തെളിവായി തന്നെ കാണണം. അത് പരിഹരിക്കാനുള്ള തീവ്രശ്രമമാണ് ഈ അവസാന മണിക്കൂറുകളിൽ CPM നടത്തുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ഇല്ലായിരുന്നു. മുഖ്യമന്ത്രിക്കാണ്, വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിവ്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ചില നേതാക്കളൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി പറയാതെ അനങ്ങാത്തയാളാണ് വി ശിവൻകുട്ടി, മുഖ്യമന്ത്രി പറയാതെ ഒരു കാര്യവും ശിവൻകുട്ടി ചെയ്യില്ല. അങ്ങനെയുള്ള ശിവൻകുട്ടിയെ കരാറിൽ ഒപ്പിട്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് എന്ന് CPI ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലാകും ഇനി മുഖ്യമന്ത്രി CPIയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോവുക? ഏത് സാഹചര്യത്തിൽ ഒപ്പിടേണ്ടി വന്നു എന്ന കാര്യം ബോധ്യപ്പെടുത്തുമെന്ന് അറിയുക. അതിന് CPIക്ക് വിശ്വാസമാകണം. മുഖ്യമന്ത്രിയെ CPI വിശ്വാസത്തിലെടുക്കണം. CPIക്ക് വിശ്വസിക്കാൻ ഉതകുന്ന മറുപടി, ന്യായവാദങ്ങൾ മുഖ്യമന്ത്രിക്കും CPMനും അവരെ അറിയിക്കാനും ഉണ്ടാകണം. അതാണ് ഇനി വേണ്ടത്. വളരെ ആശങ്കാജനകമായ അല്ലെങ്കിൽ വളരെ രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആര്യ, തീർച്ചയായും വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും വളരെ നിർണായകമായ, ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മണിക്കൂറുകളാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരുമ്പോൾ അതേസമയം തന്നെ ആലപ്പുഴയിൽ ഇന്ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുകയാണ്.